നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി തന്ത്രങ്ങളെയും ടീമിലെ കളിക്കാരുടെ പരസ്പര ബന്ധങ്ങളെയും കുറിച്ചുള്ള അതിശയിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തൽ ഇപ്പോൾ കായിക ലോകത്ത് വൻ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് സെലക്ഷൻ കമ്മിറ്റിയുടെ അപ്രതീക്ഷിത തീരുമാനങ്ങൾ ചർച്ചയാകുമ്പോൾ, മറുഭാഗത്ത് ടീമിലെ മുൻനിര കളിക്കാർക്കിടയിൽ രൂപപ്പെടുന്ന പുതിയ സഖ്യങ്ങളും നിലപാടുകളും കളിയിലെ അന്തരീക്ഷത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു മത്സരക്രമത്തിന് ടീം ഇന്ത്യ ഒരുങ്ങുന്ന ഈ ഒരു നിർണായക ഘട്ടത്തിൽ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഒരു മുൻ ക്യാപ്റ്റൻ നടത്തിയ പരസ്യ പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ പുകിലുകൾക്ക് കാരണമായിരിക്കുന്നത്. കളിയിലെ മാച്ച് വിന്നിംഗ് മികവും പക്വതയും കൊണ്ട് ടീമിനെ ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ കെൽപ്പുള്ള ഒരു വിശ്വസ്തനായ താരത്തെക്കുറിച്ചാണ് ഈ ഒരു വമ്പൻ പ്രശംസ വന്നിരിക്കുന്നത്. ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഈ ഒരു തുറന്നു പറച്ചിൽ BCCIയുടെ നിലവിലെ തന്ത്രങ്ങളെ പോലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പലരും വിലയിരുത്തുന്നത്. ഇന്ത്യൻ കായിക ലോകത്തെ മൊത്തത്തിൽ ഞെട്ടിക്കാൻ പോകുന്ന ഈ ഒരു പുതിയ നിലപാടിന്റെ പിന്നാമ്പുറ വിശേഷങ്ങൾ അറിയാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ വോയിസ് ഔട്ടുകൾക്കായി കാത്തിരിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായ അവസരങ്ങൾ കിട്ടിയിട്ടും പലപ്പോഴും പരാജയപ്പെടുന്നത് പതിവാക്കിയ ചില ശരാശരി കളിക്കാരെ എന്തിനാണ് ടീമിലെ പ്രമുഖർ ഇങ്ങനെ അനാവശ്യമായി തലയിൽ കയറ്റിയിരുത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കേവലം സോഷ്യൽ മീഡിയയിലെ വലിയൊരു ഫാൻ ബേസ് ഉണ്ടെന്ന ഒരൊറ്റ കാരണത്താൽ ഒരാൾക്ക് ടീമിൽ എക്കാലത്തും ആദ്യ പരിഗണന നൽകണമെന്ന് പറയുന്നത് തികച്ചും വിഡ്ഢിത്തമാണെന്നാണ് ഭൂരിഭാഗം കായിക പ്രേമികളും പറയുന്നത്. സ്വന്തം പ്രകടനം കൊണ്ട് ടീമിൽ ഒരു സ്ഥാനം പോലും കൃത്യമായി ഉറപ്പിക്കാൻ കഴിയാതെ എപ്പോൾ വലിയ ടൂർണമെന്റുകൾ വന്നാലും അവിടെയെല്ലാം പതറുന്ന ഇത്തരം കളിക്കാർക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? ആഭ്യന്തര ക്രിക്കറ്റിൽ കഷ്ടപ്പെട്ട് റൺസ് അടിച്ചു കൂട്ടുന്ന എത്രയോ മികച്ച യുവ പ്രതിഭകൾ അവസരത്തിനായി പുറത്ത് കാത്തു നിൽക്കുമ്പോഴാണ് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ടീമിനെ ഇങ്ങനെ പന്താടാൻ അനുവദിക്കുന്നത്. സ്വന്തം കഴിവ് കൊണ്ട് വലിയ റെക്കോർഡുകളൊന്നും ഉണ്ടാക്കാതെ ടീമിലെ പ്രമുഖരുടെ നല്ല വാക്കുകളിൽ തൂങ്ങിപ്പിടിച്ച് വലിയ സ്ഥാനങ്ങൾ സ്വപ്നം കാണുന്ന രീതി ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം അനാവശ്യമായ തള്ളലുകളും PR ഹൈപ്പുകളും കേൾക്കുമ്പോൾ തന്നെ സാധാരണ ക്രിക്കറ്റ് ആരാധകർക്ക് കടുത്ത അമർഷവും വെറുപ്പും മാത്രമാണ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ടീമിലെ സെലക്ഷൻ കമ്മിറ്റിയുടെയും BCCIയുടെയും ഒഫീഷ്യൽ തീരുമാനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇത്തരം വിചിത്രമായ പ്രസ്താവനകൾ ഇറക്കാൻ ഇവിടെ ചിലർക്ക് ആരാണ് അനുവാദം നൽകിയത് എന്ന ചോദ്യവും ശക്തമാണ്. കളിയിലെ സമ്മർദ്ദഘട്ടങ്ങളിൽ എപ്പോഴും വിക്കറ്റ് ദാനം ചെയ്യുന്ന സ്വന്തം ഇന്നിംഗ്സ് പടുത്തുയർത്താൻ യാതൊരു ഉത്തരവാദിത്തവുമില്ലാത്ത ഒരാളെ വെച്ച് ഇന്ത്യൻ ടീം മുന്നോട്ട് പോയാൽ നാണം കെട്ട തോൽവികൾ മാത്രമായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. പ്രായവും അന്താരാഷ്ട്ര തലത്തിലെ സ്ഥിരതയില്ലായ്മയും വലിയൊരു വെല്ലുവിളിയാൽ നിൽക്കുമ്പോൾ കേവലം ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ മുൻനിർത്തി ഇത്തരം കളിക്കാർക്ക് വേണ്ടി വാദിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. വലിയ വേദികളിൽ തരിപ്പണം പോകുന്ന ഇത്തരം അമിത പ്രാധാന്യമുള്ള താരങ്ങളെ അന്ധമായി ആരാധിക്കുന്നവർക്ക് ക്രിക്കറ്റിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയില്ല എന്ന് വേണം പറയാൻ. ഈ ഒരു വിചിത്രമായ നീക്കത്തിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അന്തസ്സും പ്രതാപവും പൂർണ്ണമായും തകർന്നടയാൻ പോകുകയാണ് എന്ന് പറയുന്ന അസൂയക്കാരുടെ വായ വരും ദിവസങ്ങളിൽ കൃത്യമായി അടയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ഇന്ത്യൻ 2020 ക്രിക്കറ്റിന്റെ ചരിത്രമെടുത്തു പരിശോധിച്ചാൽ ക്യാപ്റ്റൻസിയിലെ മാറ്റങ്ങളും പുതിയ നായകന്മാരുടെ ചിന്താഗതികളും ടീമിൽ ഉണ്ടാക്കിയെടുത്ത വലിയ ഇമ്പാക്റ്റുകൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭയമില്ലാതെ അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കുകയും പവർ പ്ലേ ഓവറുകളിൽ ബൌളർമാരെ നിലം തൊടാതെ പറത്തുകയും ചെയ്ത മാച്ച് വിന്നർമാർ ഇന്ത്യൻ നിരയിൽ വലിയ വിസ്മയങ്ങൾ തീർത്തിട്ടുള്ളതാണ്. 2020 ലോകകപ്പ് പോലെയുള്ള വലിയ വേദികളിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് വിമർശിച്ചവർക്കെല്ലാം തങ്ങളുടെ ബാറ്റ് കൊണ്ട് കൃത്യമായ മറുപടി നൽകിയ വലിയൊരു ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. മികച്ച റെക്കോർഡുകൾ ഉണ്ടായിട്ടും പല കാരണങ്ങളാൽ പ്രതിഭകളെ കൃത്യമായ നേതൃസ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കാതിരുന്നപ്പോൾ അത് പിന്നീട് വലിയ രീതിയിലുള്ള ആരാധക രോഷത്തിന് കാരണമായിട്ടുണ്ടെന്ന യാഥാർത്ഥ്യവും സെലക്ഷൻ കമ്മിറ്റി മുൻപ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. വരാനിരിക്കുന്ന വലിയ പരമ്പരകളും ലോകകപ്പും മുൻപിൽ കണ്ടുകൊണ്ട് കൃത്യമായ ഒരു ലോങ് ടേം പ്ലാനിംഗ് അടിയന്തരമായി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിലനിൽപ്പിന് തന്നെ ഏറെ ആവശ്യമായ ഒന്നാണ്. ഇന്ത്യൻ സ്റ്റാർ ബാറ്ററും മുൻ 2020 ക്യാപ്റ്റനുമായ സൂര്യകുമാർ യാദവ് മലയാളി താരം സഞ്ജു സാംസണെ വാനോളം പുകഴ്ത്തി സംസാരിച്ച ആ വലിയ വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. തനിക്ക് വീണ്ടും
വീണ്ടും ഇന്ത്യൻ ട്വന്റി ടീമിന്റെ നായകസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ തന്റെ ടീമിലെ ആദ്യ സെലക്ഷൻ സഞ്ജു സാംസൺ ആയിരിക്കുമെന്ന ഞെട്ടിക്കുന്ന സസ്പെൻസ് ആണ് ഇപ്പോൾ മുംബൈയിൽ നിന്നും പുറത്തുവരുന്നത്. മുൻപ് പറഞ്ഞ അസൂയക്കാരുടെയും വിരോധികളുടെയും എല്ലാ കുത്തിത്തിരിപ്പുകൾക്കും ചൊറിച്ചിലുകൾക്കുമുള്ള വായടപ്പൻ മറുപടിയായാണ് സൂര്യകുമാറിന്റെ ഈ ഒരു മാസ് പ്രസ്താവന വന്നിരിക്കുന്നത്. 2020 ലോകകപ്പിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ തന്നെ വിമർശിച്ചവർക്കെല്ലാം സഞ്ജു കൃത്യമായ മറുപടി നൽകിയതായി സൂര്യകുമാർ പരസ്യമായി സമ്മതിച്ചു കഴിഞ്ഞു. സഞ്ജു സാംസണിന്റെ ആ മാസ്മരിക ബാറ്റിംഗ് ശൈലിയും മാച്ച് വിന്നിംഗ് മികവും ടീമിന് എത്രത്തോളം അത്യാവശ്യമാണെന്ന് സൂര്യകുമാറിനെ പോലൊരു ലോകോത്തര താരം അടിവരയിട്ട് പറയുമ്പോൾ ആരാധകർക്ക് ഇതിൽ കൂടുതൽ എന്തു വേണം? വരും ദിവസങ്ങളിൽ ഇന്ത്യൻ 2020 ടീമിൽ സഞ്ജു സാംസൺ എന്ന മലയാളി കരുത്ത് തങ്ങളെ നയിക്കാൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇനി ഒട്ടും സംശയം വേണ്ട. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.